സിവിൽ സർവീസ് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച 3 പേർക്ക് സ്വീകരണമൊരുക്കി സഹപാഠികൾ. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലോവസ്റ്റ് പോയിന്റിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ലീഡിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. സോ ദി എൻവയൺമെൻറ്റ് ദേ സെറ്റപ്പ്, ഇവിടെ ഉണ്ടായിരുന്ന ഓരോ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ഇവിടെയുള്ള അൻരൂപ് സർ, ശരത് സർ, ഇവരായിട്ടുള്ള എൻ്റെ ടൈമിംഗ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് മീ എ ലോട്ട്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇതെൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ പ്രിലിംസ് പൊട്ടിയതാണ്. സെക്കൻഡ് അറ്റംപ്റ്റിൽ ഇപ്പോൾ 3 സ്റ്റേജും കടന്നു വന്നു. അപ്പോൾ ഈ സെക്കൻഡ് അറ്റംപ്റ്റ് ശരിക്കും ലീഡ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രിലിംസ് പാസ്സാവാനുള്ള കാര്യം ഇവിടുത്തെ ശരത് സാറാണ്. ശരത് സാറിൻ്റെ ഗൈഡൻസിലാണ് ഞാൻ പ്രിലിംസിൻ്റെ ടെക്നിക്കെല്ലാം യൂസ് ചെയ്ത് പാസ്സായത്. മെയിൻസിന് ഞാൻ അൻരൂപ് സാറിനെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. സാറിൻ്റെ ഗൈഡൻസ് കൊണ്ട് മാത്രമാണ് ഞാൻ മെയിൻസ് ക്ലിയർ ആയത്. എനിക്ക് തോന്നുന്നു എല്ലാ ടെസ്റ്റ് കഴിയുമ്പോഴും ഞാൻ സാറിനെ വിളിക്കും, സാർ ഞാൻ വന്നോട്ടെ ആൻസർ നോക്കാൻ. അങ്ങനെ സാറിനെ ശല്യപ്പെടുത്തിയാണ് സാർ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തന്നിട്ടാണ് ഞാൻ കയറിയത്. അപ്പോൾ ഡെഫിനറ്റ്ലി ലീഡിൻ്റെ ഈ 3 പ്രോഗ്രാംസ് എനിക്ക് എൻ്റെ പ്രിപ്പറേഷനിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു കാര്യമായിരുന്നു. അതില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതുവരെ എത്താൻ പറ്റില്ല. ഈ താങ്ക്സ് പറയാനുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ശരത് സർ, അനൂപ് സർ. അപ്പോൾ ഇവിടെ വെച്ച് അനിരൂപ് സാറിൻ്റെയും അജോ മൈക്കിൾ സാറിൻ്റെയും ഒത്തിരി ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ ഒരു മെൻ്റൽ സപ്പോർട്ടും മറ്റു കാര്യങ്ങളും ഇവിടുന്ന് നല്ലോണം ലഭിച്ചിട്ടുണ്ടായിരുന്നു.